ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഒരു കുട്ടി ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുവാണ് ടു വേളാങ്കണ്ണി. നമ്മൾ ഈവനിങ് ഒരു 5 മണിയായപ്പോഴാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്തത്. സോ നോവക്കുട്ടൻ ഇവിടെ ഹാപ്പി ആയിട്ടിരുന്ന് പോപ്കോൺ കഴിച്ചുകൊണ്ടിരിക്കുവാണ്. ഇത്രയും ലോങ് ഡ്രൈവ് അവൻ ഇരിക്കുമെന്നൊരു ടെൻഷൻ നമുക്കുണ്ടായിരുന്നു. ബട്ട് അവൻ നല്ല ഹാപ്പി ആയിട്ടിരുന്നു കേട്ടോ. നമ്മൾ പ്രിൻസി ട്രാവൽസിന്റെ വോൾവോ ആണ് ബുക്ക് ചെയ്തത്. നല്ല കംഫർട്ടായിരുന്നു അവിടെ. ഇത് പിറ്റേന്ന് നമ്മൾ വേളാങ്കണ്ണി എത്തിയ ശേഷം അന്നത്തെ ദിവസം മോർണിംഗ് ആണ്. ചേട്ടായി കടയിൽ പോയി എല്ലാവർക്കും ടീ മേടിച്ചിട്ട് വന്നു. പപ്പയോടൊപ്പം ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കുട്ടി നോവയോ ഇവിടെ ഉണ്ട്. നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടലിന്റെ താഴെ തന്നെ മലയാളീസിന്റെ ഒരു ഷോപ്പ് ഉണ്ട്. അത്യാവശ്യം നല്ല റെസ്റ്റോറന്റ് ആണത്. അവിടെ നിന്നാണ് ചേട്ടായി ടീ ഒക്കെ മേടിച്ചിട്ട് വന്നത്. നോവക്കുട്ടന് വേണ്ടിയിട്ട് മമ്മിയുടെ ചായ അയച്ചുകൊണ്ടിരിക്കുവാണ്. മലയാളം കുർബാന ഇവിടെ മോർണിംഗ് സ്റ്റാർ ചർച്ചിലാണ്. 9 മണിക്കാണ് കുർബാന തുടങ്ങുന്നത്. അപ്പം നമ്മൾ നേരത്തെ തന്നെ ചർച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. ഇതാണ് മോർണിംഗ് സ്റ്റാർ ചർച്ച്. വർഷം തോറും ലക്ഷക്കണക്കിന് ആളുകളാണ് വേളാങ്കണ്ണിയിൽ എത്തുന്നത്. അതുകൊണ്ട് തന്നെ പഴയ ചർച്ചിൽ ഒത്തിരി ആളുകളെ കൊള്ളിക്കാനുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണ് പുതിയ വലിയ മോർണിംഗ് സ്റ്റാർ ചർച്ച് എന്ന പള്ളി നിർമ്മിച്ചത്. ഇത് ഏകദേശം 400 അടി നീളമുള്ളൊരു ചർച്ചാണ്. അതുപോലെ തന്നെ ദ ബിഗ്ഗസ്റ്റ് ചർച്ച് ഇൻ വേളാങ്കണ്ണി എന്ന് അറിയപ്പെടുന്നത് ഈ മോർണിംഗ് സ്റ്റാർ ചർച്ചാണ്. ഇതിന്റെ കപ്പാസിറ്റി ഒരു 10,000 ആളുകൾ കൊള്ളും. പള്ളിയുടെ അകത്ത് കയറി കഴിയുമ്പോൾ ഒരു ആർക്കിടെക്ചറൽ ഫീൽ ആണ് നമുക്ക് കിട്ടുക. അതുപോലെ തന്നെ ഒരു ഡിവോഷണൽ അറ്റ്മോസ്ഫിയർ ആണ് നമുക്ക് ഈ ചർച്ചിൽ വന്നു കഴിയുമ്പോൾ കിട്ടുന്നത്. 9 മണിക്കാണ് മലയാളം കുർബാന സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളൊരു 8:56 ആയപ്പോൾ തന്നെ ഇവിടെ എത്തി. സോ കുറച്ചുകൂടി സമയമുണ്ട് കുർബാന തുടങ്ങാൻ വേണ്ടിയിട്ട്. ആ സമയം കൊണ്ട് നോവക്കുട്ടൻ അവന്റെ കളികളിലേക്ക് ഏർപ്പെട്ടുകൊണ്ടിരിക്കുവാണ്. മോർണിംഗ് സ്റ്റാർ ചർച്ച് വളരെ വലുതാണെങ്കിലും അകത്ത് കയറി കഴിയുമ്പോൾ നമുക്കൊരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആണ്. എന്തായാലും കുർബാന തുടങ്ങിയിട്ടില്ലല്ലോ, അപ്പൊ അതുകൊണ്ട് ഞങ്ങളൊരു ചെറിയ സെൽഫി വീഡിയോ എടുത്തു. കറക്റ്റ് 9 മണി ആയപ്പോഴേക്കും പള്ളിയുടെ അകത്ത് നിറയെ ആളുകൾ എത്തിട്ടോ. ഓൾമോസ്റ്റ് എല്ലാ സീറ്റ്സും ഫില്ലായി. ഇവിടെ തമിഴ്, മലയാളം, ഗൊങ്ങിണി, ഹിന്ദി എന്നീ എല്ലാ ഭാഷകളിലും മാസ് നടക്കാറുണ്ട് കേട്ടോ. 9 മണിക്കാണ് മലയാളം കുർബാനയെന്ന് മാത്രം. അങ്ങനെ വേളാങ്കണ്ണി പള്ളിയിലെ കുർബാന കഴിഞ്ഞു. പൊതുവെ അന്തരീക്ഷം നല്ല ചൂടാണ് കേട്ടോ തമിഴ്നാട്ടില്. പള്ളിയുടെ ഉള്ളിൽ ചെറിയ തണുപ്പൊക്കെ ഉണ്ടെങ്കിലും പുറത്ത് നല്ല പൊള്ളുന്ന ചൂടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ചെറുതായിട്ടൊന്ന് വെള്ളം എന്തെങ്കിലും കുടിക്കാന്ന് വിചാരിച്ചു. ഇത് പള്ളിയുടെ സൈഡിലായിട്ട് കാണുന്ന ഒരു കഫ്റ്റീരിയ ആണ് കേട്ടോ. അപ്പം നമ്മൾ ജ്യൂസ്, മിനറൽ വാട്ടേഴ്സ്, അതുപോലെ തന്നെ നോവക്കുട്ടൻ്റെ ഫേവറേറ്റ് ഐസ്ക്രീം മേടിച്ചു. ഐസ്ക്രീം കണ്ടതോടു കൂടി ജ്യൂസ് അവിടെ വെച്ചു കേട്ടോ നോവക്കുട്ടൻ. ഐസ്ക്രീം കുട്ടികൾക്ക് കൊടുക്കുന്നത് അത്ര നല്ലതല്ല എന്ന് നമുക്കറിയാം കേട്ടോ. എന്നാലും ഈ ചൂടത്ത് പാവമല്ലേ, കുറച്ച് ഐസ്ക്രീം കഴിച്ചോട്ടെ എന്ന് നമുക്ക് വിചാരിച്ചു.